അല്ല സജി ഞങ്ങൾക്ക് എക്സാം ഇല്ലേ നാളെ സാറ് പറഞ്ഞു പഠിച്ച് ഫുള്ളായിട്ടില്ലല്ലോ, അതുകൊണ്ട് നാളെ വന്നാൽ മതി പരീക്ഷ. ഞാൻ ഹാൾ ടിക്കറ്റും തുറന്നാ നോക്കട്ടെ. തുറക്ക് 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 നോക്കട്ടെ. നിങ്ങൾക്ക് എന്നാ എക്സാം പറഞ്ഞേ? എനിക്ക് എന്നാ എക്സാം പറഞ്ഞേ? എന്നാ എക്സാം പറഞ്ഞേ? എനിക്ക് പഠിച്ചു കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് സാർ പറഞ്ഞു നാളെ വന്നാൽ മതി, ഫുള്ള് പഠിച്ചിട്ട് നാളെ പരീക്ഷ എഴുതുന്നു. റീല് മാത്രം നോക്കി എന്നൊരു കാര്യമില്ല, കുറച്ചൊക്കെ ഒന്ന് ഹാൾ ടിക്കറ്റ് നോക്കണം. ഞാൻ പഠിക്കണ കുട്ടികൾ ഇതിനൊക്കെ ശ്രദ്ധിക്കുമോ? നമുക്കത് മാത്രമല്ല ശ്രദ്ധിക്കുള്ളൂ, അതെന്ത് കുഴപ്പമില്ല. അതുകൊണ്ടാണല്ലോ ഒന്ന് എക്സാമിന്റെ കാര്യങ്ങളൊക്കെ ശരിക്കും നടക്കുന്നുണ്ടോ ഇതൊക്കെ നമ്മളെന്താണ് നേരിട്ട് കണ്ടുറപ്പിക്കണം. അല്ലാതെ നമ്മൾ പഠിക്കുന്ന കുട്ടികൾ ഒരിക്കലും ഹോൾ ടിക്കറ്റ് നോക്കിയിട്ട് ബേസ് ചെയ്തിട്ടല്ല നമ്മൾ പഠിക്കുക. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുക. പിന്നെ ഹോൾ ടിക്കറ്റ് നോക്കാത്തത് അല്ലേ, ഇടക്കൊക്കെ ഒന്ന് നോക്കണം നല്ലതാണേ. അല്ലെങ്കിൽ ഇതേപോലെ മൂഞ്ച് നടക്കേണ്ടി വരും. സാറോട് ഒന്ന് കേട്ടപ്പോൾ സുഖമായില്ലേ? നല്ല സുഖമായില്ലേ? സാർ എന്താ ചോദിച്ചത്? എവിടെയാണ് എന്താണ് എക്സാം വെച്ചു? ഇന്നല്ല നാളെ വരെ എന്ന് പറഞ്ഞു സാറിൻ്റെ ചാറ്റ ബൈബിളൊക്കെ പറഞ്ഞു. സാറെ കാണാൻ വന്നതാണ്. സാർ എങ്ങനെയുണ്ട്, സ്ട്രോങ് ആണോ നോക്കാം. അതാണ് എങ്ങനെയാണ് എക്സാം പോയിന്റ് സിറ്റുവേഷൻസ് കാര്യങ്ങൾ നമ്മൾ നോക്കി കണ്ട് നേരിട്ട് തന്നെ ഉറപ്പ് വരുത്തണം. അല്ലാതെ നമ്മളെന്താ ബാക്കിയുള്ളവർ പറഞ്ഞതനുസരിച്ചിട്ട് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതാണ് രസം, ഭയങ്കര രസം. എക്സാമിന്റെ ഡേറ്റ് മറന്നാലും ഇന്നലെ കാര്യത്തിൽ ഞങ്ങള് ചോദിച്ചത് തന്നെയാണല്ലോ. ഒരു കുറവും പറ്റില്ല. ഇത്രക്ക് ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്.